നമസ്കാരം. മലയാള സാഹിത്യത്തിൻ്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 19, 21 രണ്ട് രീതിയിൽ അഭിപ്രായങ്ങളുണ്ട്. രണ്ട് രീതിയിൽ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും 1908 ജനുവരി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്ത് ജനിച്ചു. പിതാവ് തടി വ്യാപാരിയായിരുന്ന കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാച്ചുമ്മ. ആ ദമ്പതികളുടെ 6 മക്കളിൽ ഏറ്റവും മൂത്തതായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പ് സ്കൂളിലും പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വൈക്കം ഇംഗ്ലീഷ് ഹൈസ്കൂളിലുമായിരുന്നു. 1925 വൈക്കം സന്ദർശിച്ച മഹാത്മാഗാന്ധിയെ കാണാൻ പോവുകയും അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഫുട്ബോർഡിൽ ചാടിക്കയറി ഗാന്ധിജിയുടെ കയ്യിൽ തൊടുക എന്നൊരു സാഹസം കൂടി കാണിച്ചു. പിന്നെ അവിടെ ഗാന്ധിജിയുടെ പ്രസംഗം കേൾക്കുകയും ചെയ്ത് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായി. ആ കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു ചെറിയ കുറ്റത്തിന് പിതാവ് കഠിനമായി ശിക്ഷിക്കുകയും അതോടെ വീട് വിട്ടിറങ്ങി കോഴിക്കോട് എത്തി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അങ്ങനെ അറസ്റ്റിലായി. കുറേ ദിവസങ്ങൾ പോലീസ് ലോക്കപ്പിലും അത് കഴിഞ്ഞ് ജയിലിലുമായി കിടന്നു. ഇന്നത്തെ കാലമല്ല, ജയിൽ സുഖവാസ കേന്ദ്രമല്ല. പോലീസുകാർ തല്ലിയതുകൊണ്ട് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ വരില്ല. അതുകൊണ്ട് നല്ല രീതിയിലുള്ള മർദ്ദനമെല്ലാം അവിടെ നിന്നൊക്കെ ഏറ്റു. 1931 ഗാന്ധി ഇർവിൻ സന്ധ്യപ്രകാരം ജയിൽ മോചിതനായി. പിന്നീട് എറണാകുളത്തെത്തി ഭഗത് സിംഗ് മോഡലിൽ ഒരു ഭീകര സംഘടനയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ പല നേതാക്കളിൽ ഒരാളായിരുന്നു. ആ സമയത്ത് ഉജ്ജീവനം, പ്രകാശം എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ധാരാളം ലേഖനങ്ങൾ എഴുതി. പ്രഭ എന്ന തൂലികാനാമത്തിലായിരുന്നു അതെല്ലാം എഴുതിയിരുന്നത്. പക്ഷേ അധികം വൈകാതെ ഗവൺമെൻറ്റിന് കാര്യങ്ങൾ മനസ്സിലായി. അവർ ആ പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടി. ഒപ്പം പ്രഭ എന്നറിയപ്പെട്ടിരുന്ന ബഷീറിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അതോടെ അദ്ദേഹം നാട് വിട്ടു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലായി സഞ്ചരിച്ചു. ജീവിതമാർഗമായിട്ട് പല ജോലികളിൽ ഏർപ്പെട്ടു. താഴേക്കിടയിലുള്ള ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലി മുതൽ ചില സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ മാസ്റ്ററായി വരെ ജോലി ചെയ്തു. ഹിമാലയ സാനുക്കളിൽ കുറച്ചു കാലം സന്യാസി വര്യന്മാരുടെ കൂടെയും സൂഫി വര്യന്മാരുടെ കൂടെയും അവരുടെ ശിഷ്യനായി കഴിഞ്ഞുകൂടി. പിന്നീട് ഒരു കപ്പലിൽ കായികാധ്വാനം ധാരാളം ആവശ്യമുള്ള ഖലാസി എന്നുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടു. ആ സമയത്ത് അറേബ്യയുടെയും ആഫ്രിക്കയുടെയും തീരപ്രദേശങ്ങളിൽ ആ കപ്പലിൽ സഞ്ചരിച്ച് എത്തിയിരുന്നു. 1937 അദ്ദേഹം തിരിച്ച് കേരളത്തിലെത്തി. എറണാകുളത്ത് ഒരുപാട് ജോലി അന്വേഷിച്ച് നടന്നു. ആ കാലഘട്ടത്തിൽ അവിടെ ജയകേസരി എന്ന ഒരു പത്രത്തിൽ, അത് വളരെ ചെറിയൊരു പത്രമാണ്, അതിൻ്റെ ഓണറും എഡിറ്ററും അവിടുത്തെ സ്റ്റാഫും ഒരേ ഒരാളേ ഉള്ളൂ, പത്മനാഭ പൈ എന്ന ഒരു വ്യക്തി. ബഷീർ അവിടെ ജോലി അന്വേഷിച്ച് പോവുകയും ഈ പത്മനാഭ പയ്യുമായി കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ആ സംസാരത്തിൽ നിന്ന് പൈക്ക് മനസ്സിലായി ഇത് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ജോലി തരാൻ നിർവാഹമില്ല, ഇത് ആകെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ചെറിയ സ്ഥാപനമാണ്. ഏതായാലും എൻ്റെ പത്രത്തിന് കഥ എഴുതി തരികയാണെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം ഞാൻ തരുന്നതായിരിക്കും. അദ്ദേഹം 1937 ആദ്യത്തെ കഥ എഴുതി. എൻ്റെ തങ്കം എന്നായിരുന്നു ആ കഥയുടെ പേര്. ഒരു പ്രേമകഥയായിരുന്നു. പക്ഷേ അതുവരെ കണ്ടുവന്ന പ്രേമകഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രേമകഥ. വെളുത്തു തൊടുത്ത സൗന്ദര്യം തികഞ്ഞ നായികമാരും അരോഗ ദൃഢഗാത്രനായ നായകന്മാരും വിലസിയിരുന്ന ആ കാലഘട്ടത്തെ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി
കറുത്ത് വിരൂപയായ ഒരു നായികയും മുടന്തനും കോങ്കണ്ണുള്ളവനുമായ ഒരു കൂനൻ നായകനും. അത്തരം ഒരു വ്യത്യസ്തമായ പ്രണയകഥ അദ്ദേഹം എഴുതി അത് ആ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചു. കൂടാതെ അദ്ദേഹം അവിടെ മറ്റ് പല ജോലികളും ഈ എറണാകുളം സിറ്റിയിൽ ചെയ്തിരുന്നു. അവസാനമായി ഒരു സ്പോർട്സ് ഗുഡ്സിൻ്റെ ഏജൻ്റായിട്ട്, സ്പോർട്സ് ഗുഡ്സൊക്കെ ും അതുപോലെ മറ്റ് കടകളിലും ഒക്കെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജൻ്റായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു. ആ സമയത്ത് ഒരു സൈക്കിൾ അപകടം ഉണ്ടായി. അങ്ങനെ പരിക്കേറ്റ് കുറേ കാലം ജോലി വിട്ടു നിൽക്കേണ്ടി വന്നു. അതോടെ ആ ജോലിയും പോയി. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. വീണ്ടും അറസ്റ്റിലായി. ഒരുപാട് കാലം പോലീസ് ലോക്കപ്പിലും അത് കഴിഞ്ഞ് പൂജപ്പുര സെൻട്രൽ ജയിലിലും ഒരുപാട് കാലം തടവ് ശിക്ഷ അനുഭവിച്ചു. 1944 ജയിൽ മോചിതനായി. ഈ കാലയളവിനുള്ളിൽ, അതായത് ഈ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ എഴുതി തുടങ്ങിയ ഒരു പുസ്തകമായിരുന്നു ബാല്യകാല സഖി. അത് ആദ്യം എഴുതി തുടങ്ങിയത് ഇംഗ്ലീഷിലായിരുന്നു, പിന്നീട് മലയാളത്തിലേക്ക് മാറുകയായിരുന്നു. അത് എഴുതി വന്ന സമയത്ത് ഒരുപാട് വലിയൊരു ബുക്കായിരുന്നു. ആ രചന പ്രശസ്ത സാഹിത്യ നിരൂപകനായ MP പോൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞില്ല, അതൊന്നുകൂടി തിരുത്തി എഴുതാനുണ്ട്. അത് ബഷീറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നു. അദ്ദേഹം ആദ്യം എന്തെഴുതിയാലും അത് വളരെ വലിയ ഒരു കൃതിയായിരിക്കും. ഇത് തിരുത്തി എഴുതി വരുന്തോറും ചെറുതായി വരും. അങ്ങനെ അവസാനം നമ്മൾ ഇന്ന് കാണുന്ന ബാല്യകാല സഖി 1944 പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിനു മുമ്പ് തന്നെ പ്രേമലേഖനം എന്ന കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ കൃതി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കഥകളും നോവലുകളെന്ന് പറയുമ്പോൾ എല്ലാം ഈ പറഞ്ഞ പോലെ തിരുത്തിയൊക്കെ എഴുതി വരുമ്പോൾ വളരെ ചെറിയ പുസ്തകങ്ങളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നോവലായിട്ട് കണക്കാക്കാവുന്നത് എൻ്റെ ഉപ്പുപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന 127 പേജുകളായിരുന്നു. ആ കാലഘട്ടത്തിലെ മറ്റ് സാഹിത്യകാരന്മാരെ, അതായത് തകഴി, കേശവദേവ് തുടങ്ങിയ എഴുത്തുകാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ പുസ്തകങ്ങളായിരുന്നു. പക്ഷേ ആ പുസ്തകങ്ങൾ മലയാള സാഹിത്യത്തിലുണ്ടാക്കിയ ഒരു അനുഭവം വളരെ വലുതായിരുന്നു. സഞ്ചാരത്തിൻ്റെ അനുഭവങ്ങളും ജയിൽവാസം, പോലീസ് ലോക്കപ്പിലെ വാസം തുടങ്ങിയ അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രധാന പ്രചോദനം. ഒപ്പം ആത്മകഥാംശപരമായ അല്പം വീട്ടുകാര്യങ്ങളും പല പുസ്തകങ്ങളിലും കാണും. പൂർണ്ണമായും കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വന്തം മാതാവിനെയും സഹോദരങ്ങളെയും കഥാപാത്രങ്ങളാക്കി എഴുതിയ പുസ്തകമാണ് പാത്തുമ്മയുടെ ആട്. 1944 മുതൽ, അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ജയിൽവാസത്തിന് ശേഷം സാഹിത്യരചന വളരെ ഗൗരവമായി എടുത്ത അദ്ദേഹത്തിൻ്റെ 36 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിൽ നോവലുകളും ചെറുകഥാ സമാഹാരങ്ങളും ഉണ്ടായിരുന്നു. നോവലുകൾ എന്ന് അദ്ദേഹം പൊതുവെ വിശേഷിപ്പിച്ചിരുന്നത് ഒരു ബുക്കായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ അത് നോവൽ. കുറേ രചനകൾ ഒന്നിച്ച് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതൊക്കെ ചെറുകഥകൾ എന്നുള്ള വളരെ ബൃഹത്തായ രചനകളാണ് നോവൽ എന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ വലിയ ആശയങ്ങളും സംഭവങ്ങളും പ്രകടിപ്പിച്ച് വായനക്കാരനെ അനുഭവിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു. ഉദാഹരണത്തിന് ബാല്യകാല സഖി എന്ന പുസ്തകത്തിൽ കഥാനായകൻ മജീദ് അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായിരുന്ന, പിന്നീട് വേറൊരാളെ വിവാഹം കഴിച്ച സുഹറയെ വീണ്ടും കാണുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ സുഹറ അതിസുന്ദരിയായിരുന്നു. പക്ഷേ രണ്ടാമത് കാണുന്ന സമയത്ത് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ച് വളരെയധികം രൂപമാറ്റം സംഭവിച്ചു പോയ ഒരു സ്ത്രീയായിരുന്നു.
അപ്പോൾ മജീദിൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ വികാരങ്ങൾ രണ്ട് വാക്കുകളിലാണ് അദ്ദേഹം പ്രതിഫലിപ്പിച്ചത്. അവൻ്റെ ഹൃദയം പൊള്ളിപ്പോയി. ഇതിനപ്പുറം എന്തു പറയാൻ? അമ്മ എന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം വ്യക്തികളെക്കുറിച്ച് പലരും വലിയ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അമ്മയെക്കുറിച്ചുള്ള ഏറ്റവും വാത്സല്യപരമായ ഒരു കാര്യം വെറും 4 വരികളിലാണ് ഒതുക്കിയത്. അദ്ദേഹത്തിൻ്റെ തന്നെ അമ്മ എന്നു പേരുള്ള ഒരു കഥയിൽ, അതായത് 44 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ജയിൽവാസവും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യം, വളരെയധികം യാത്രയൊക്കെ ചെയ്ത്, ഇന്നത്തെ പോലെ അതിവേഗ യാത്രാ സംവിധാനങ്ങളില്ലാത്തൊരു കാലമാണ്. അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് വീടെത്തുമ്പോഴേക്കും രാത്രി വല്ലാതെ ഇരുട്ടി. ചെന്നുമെല്ലെ വാതിലിൽ തട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ, ഉമ്മ എന്നാണ് അദ്ദേഹം വിളിക്കുക, ഉമ്മ വന്ന് വാതിൽ തുറന്നു. ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് വാതിൽ തുറന്നു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് വിശക്കനുണ്ടോ? ഉണ്ട്. ഉമ്മ ചെന്ന് ചോറ് കറികളും ഒക്കെ വിളമ്പി അവിടെ വെച്ചു. അദ്ദേഹം കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മയ്ക്ക് അറിയുമായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ ചോറും കറിയൊക്കെ? അത് ഞാനിവിടെ എന്നും എടുത്തു വയ്ക്കുമായിരുന്നു. നീ വന്നാൽ തരാൻ ഇവിടെ എന്നും ചോറും കറിയും ഞാൻ ഒരുക്കി വയ്ക്കുമായിരുന്നു. ഇതിനപ്പുറം അമ്മയെക്കുറിച്ച് ഇനി പറയാനൊന്നുമില്ല. സാധാരണക്കാരൻ്റെ ഭാഷയിൽ, സാധാരണക്കാർ സംസാരിക്കുന്ന രീതിയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എപ്പോഴുള്ള രചനകൾ. മലയാളം അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ദുൽ ഖാദറുമായിട്ട് അദ്ദേഹം ഒരിക്കൽ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. അബ്ദുൽ ഖാദർ അദ്ദേഹത്തിൻ്റെ ചില രചനകളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇക്കാക്ക ഇതിൽ ആഖ്യാതമൊക്കെ എവിടെ? അപ്പോൾ ബഷീർ, എടാ ഇതേ ഇവിടെ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ്. അവർ ആഖ്യാതമൊന്നും നോക്കിയിട്ടല്ല സംസാരിക്കുക, മനസ്സിലായോ എന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പുപ്പാക്കരാനുണ്ടായിരുന്നു. ഈ 3 നോവലുകൾ ഇന്ത്യയിലെ 18 ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി നേതൃത്വം കൊടുത്ത് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നീ രചനകൾ പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ എന്ന വ്യക്തി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി സ്കോട്ട്ലൻഡിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പൂവമ്പഴം എന്ന കഥാസമാഹാരത്തിലെ 16 ചെറുകഥകളും ഇംഗ്ലീഷിലേക്ക് ഡോക്ടർ ആഷർ തന്നെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ലോഗ്മാൻ പബ്ലിക്കേഷൻസ് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. ഇതുകൂടാതെ ഫ്രഞ്ച്, മലായ്, ചൈനീസ്, ജാപ്പനീസ് ഇത്രയും ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ പല കൃതികളും പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1992 അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ 2 പതിപ്പുകളായി DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ 3 കൃതികൾ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി വന്ന സിനിമ ഭാർഗവീ നിലയം, അത് അദ്ദേഹത്തിൻ്റെ നീല വെളിച്ചം എന്ന ഒരു ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ്. രണ്ടാമത് ബാല്യകാല സഖി, ഭാർഗവീ നിലയം 1964 ബാല്യകാല സഖി 1967. വീണ്ടും ബാല്യകാല സഖി 2014 മറ്റൊരു സംവിധായകൻ സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. 1989 മതിലുകൾ എന്ന അദ്ദേഹത്തിൻ്റെ ജയിൽ അനുഭവങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കി. ആ കഥയ്ക്ക് ആ വർഷത്തെ മികച്ച സിനിമാ കഥയ്ക്കുള്ള സംസ്ഥാന സിനിമ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 1970 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ആദരിച്ചു.
11 കൊല്ലം കഴിഞ്ഞപ്പോൾ കേരളത്തിനും തോന്നിയോ കേന്ദ്രമൊക്കെ കൊടുത്താലേ നമുക്കും ഒന്ന് കൊടുത്തേക്കാം. അങ്ങനെ 1981 കേരള സാഹിത്യ അക്കാദമിയും ഫെലോഷിപ്പ് കൊടുത്ത് ആദരിച്ചു. പലപ്പോഴും നമ്മൾ കേന്ദ്രത്തിനേക്കാൾ മേലെയാണെന്നാണല്ലോ പലരുടെയും തോന്നൽ. ഇതുകൂടാതെ 1992 ലളിതാംബിക അന്തർജന അവാർഡും 93 മുട്ടത്ത് വർക്കി അവാർഡും വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചു. വള്ളത്തോൾ പുരസ്കാരം ആ വർഷം ബഷീറിനോടൊപ്പം പ്രശസ്ത കവയത്രി ലളിതാംബിക അന്തർജനത്തിനും ലഭിക്കുകയുണ്ടായി. 1982 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1987 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡീലിറ്റ് ബഹുമതി നൽകി ആദരിച്ചു. 1958 പ്രശസ്ത സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹം കോഴിക്കോടേക്ക് താമസം മാറ്റി. കുറച്ചു കാലം പൊറ്റക്കാടിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു, ചന്ദ്രകാന്തം എന്ന വീട്ടിൽ. പിന്നീട് ബേപ്പൂർ എന്ന സ്ഥലത്ത് താമസമാക്കി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം സന്ദർഭവശാൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, അങ്ങനെ ബേപ്പൂരിലെ 2 ഏക്കർ സ്ഥലത്തിൻ്റെ സുൽത്താനായി ഞാൻ വാഴുന്നു. ആ വാചകത്തിന് അടിസ്ഥാനമാക്കിയാണ് പലരും ബേപ്പൂർ സുൽത്താൻ എന്ന അദ്ദേഹത്തെ വിളിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ അല്ല, മലയാള സാഹിത്യത്തിൻ്റെ സുൽത്താനാണ്. 1958 ഫാത്തിമ ബീവി എന്ന ഫാത്തിമ ബീവി 2 വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ചേർത്താണ് ഫാബി എന്നുള്ള ആ ഒരു പേര് രൂപപ്പെടുന്നത്. അവരെ വിവാഹം കഴിച്ചു. ജീവിതകാലയളവിനുള്ളിൽ 2 സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ചെറിയ മാനസിക അസ്വാസ്ഥ്യം നേരിട്ടിരുന്നു. അത് തൃശ്ശൂരിലെ ഒരു ആയുർവേദ ആശുപത്രിയിലാണ് ചികിത്സിച്ചത്. രണ്ടാമത് 1962 ആ അസുഖം ബാധിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് അത്തരം ഒരു അസുഖം വരികയുണ്ടായിട്ടില്ല. പ്രശസ്തരായ പല സാഹിത്യകാരും അദ്ദേഹത്തെ മാനസ ഗുരുവായിട്ട് കണ്ടിരുന്നു. അതിലേറ്റവും പ്രമുഖൻ മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ MT വാസുദേവൻ നായരാണ്. 2009 ജാനുവരി 21 ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. 1994 ജൂലൈ 5 അദ്ദേഹം ഭൗതികമായി നമ്മളെ വിട്ടു പിരിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും.